ഹലോ, ഇന്നത്തേതും ഒരു ക്ലീനിങ് ടോപ്പിക്കാണ്. അതായത് നമ്മുടെ വീടിൻ്റെ ഫ്ലോർ എങ്ങനെ എപ്പോഴും ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അകത്ത് ഷൂ യൂസ് ചെയ്യാൻ പാടില്ല, ഷൂ ഇട്ട് അകത്ത് കയറാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യുക. അത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് വരുന്ന കാര്യമാണ് നമ്മൾ ആദ്യമേ തന്നെ ഈ ഡേർട്ട് നമ്മുടെ വീടിനകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത്. ഷൂവിൽ എന്തായാലും ചെളി ഉണ്ടാവും, ജെംസ് ഉണ്ടാവും, ഒരുപാട് സാധനങ്ങളുണ്ടാവും. അതിട്ട് കയറിക്കഴിഞ്ഞാൽ അറൗണ്ട് ദ ഹൗസ് അത് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ നോ ഷൂസ് എന്നുള്ളൊരു പോളിസി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റൻ്റ്ലി അത് ആ ഒരു കാര്യം തന്നെ ഒത്തിരി എന്താ പറയുക ഡിഫറൻസ് ഉണ്ടാക്കും. നമ്മുടെ പുറത്ത് തന്നെ നമ്മൾ ഷൂ റാക്ക് വയ്ക്കുക, എല്ലാവരും ചെയ്യുന്നതാണ്. എൻട്രൻസിൽ തന്നെ ആരെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പുറത്തിടാൻ വേണ്ടിയിട്ടും സ്ലിപ്പേഴ്സ് വയ്ക്കുക, അകത്തിടാൻ വേണ്ടിയിട്ട് ഇൻഡോർ സാൻഡൽസ് വയ്ക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് അകത്തും പുറത്തും ഒക്കെ ഓടി ഇറങ്ങി കയറുമ്പോഴും നമ്മുടെ കാലിലൊന്നും ഇതുപോലെ ഡസ്റ്റും അഴുക്കൊക്കെ വന്ന് അത് വീണ്ടും അകത്തോട്ട് വരുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ഈ ഒരു ഹാബിറ്റ് കൊണ്ട് തന്നെ ഒരുപാട് ഫ്ലോർ ക്ലീനിങ് ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫ്ലോസൊക്കെ ഉണ്ടാവുമല്ലോ, വുഡനായിട്ടും എന്തെങ്കിലുമൊക്കെ ലാമിനേറ്റ് ചെയ്തതും അതിലൊക്കെ സ്ക്രാച്ച് വരാതെയും എല്ലാം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു റൂള് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക നല്ലൊരു ശതമാനം അഴുക്ക് നമുക്ക് വീടിൻ്റെ പുറത്ത് തന്നെ കളയാൻ പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുറേ അധികം യൂസ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ടാവുമല്ലേ. ഇപ്പം മുകളിലത്തെ റൂമിലൊന്നും ചിലപ്പോൾ അധികം യൂസ് ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ ലിവിങ് റൂം, ഡൈനിങ് ഏരിയ, കിച്ചൺ ഇതിലൊക്കെ എന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. അപ്പോൾ അവിടെയൊക്കെ കൂടുതൽ പൊടിയാവാനും അഴുക്കാവാനും ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഏരിയാസിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വാക്യൂം ചെയ്യുക. അപ്പോൾ അത് വേറെ ബാക്കി സ്ഥലങ്ങളിലേക്കും ഇത് പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ 5 minutes അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മളതൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അണ്ടർ കൺട്രോളിൽ നിർത്താൻ പറ്റും. ഇപ്പോൾ പെറ്റ്സൊക്കെ ഉണ്ട്, അപ്പോൾ അവരുടെ രോമമൊക്കെ വീണിട്ട് അതൊക്കെ നമുക്ക് ഈ വാക്യൂം ചെയ്ത് ഈസി ആയിട്ട് കളയാൻ പറ്റും. അപ്പോൾ ഒരു ക്വിക്ക് റീസെറ്റായിട്ട് നമ്മൾ ബെഡ് മേക്ക് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടി നോക്കുക. അഴുക്ക് അപ്പം മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കൂടുതൽ മെസ്സായിട്ട് പോവില്ല. അപ്പോൾ അത് നമ്മൾ നോക്കുക. അപ്പോഴത്തേനും നമ്മുടെ വീട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് നമ്മുടെ മൂഡും നന്നാവും അല്ലേ, എന്താ പറയുക നീറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ. അപ്പം നമ്മൾ അതൊരു കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ വീഴുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചായയൊക്കെ വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ കളയാൻ വേണ്ടി നോക്കുക. കാരണം അത് കറിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ എണ്ണയോ എന്തെങ്കിലും ഫുഡോ ഒക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെയിൻസ് വരും. നമ്മൾ കുറേ അപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അതിലോട്ട് പിന്നെ കൂടുതൽ ഡേർട്ട് വരും. അപ്പോൾ തന്നെ നമ്മളിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് കളയാൻ പറ്റും. നമുക്ക് ഈ ക്ലീനിങ് വൈപ്സൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെച്ചേക്കുക, അല്ലെങ്കിൽ പേപ്പർ ടവൽസൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കുക. മൈക്രോ ഫൈബർ ക്ലോത്തോ എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട്. അതുപോലെ കുട്ടികളെ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്ത് കളയണം കേട്ടോ എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മളിത് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വഴുക്കി വീഴുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല ഹാബിറ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക. അതുപോലെ നമ്മൾ അപ്പം പോകുന്ന വഴിക്ക് അങ്ങ് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഫ്ലോറ് അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നത്തെ ഒരു കാര്യമാണ് നമ്മൾ എൻട്രൻസിൽ, എല്ലാ ഡോറിൻ്റെ എൻട്രൻസിൽ നമ്മൾ ഡോർ മാറ്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ അഴുക്ക് വരാൻ പോകുമ്പോൾ അതിനെ ഒഴിവാക്കുന്നൊരു സാധനമാണ് ഈ ഡോർ മാറ്റ്. കാലിലോ ഒക്കെയുള്ള സോക്സിലോ ഒക്കെയുള്ള ആ ഡേർട്ടും ഡസ്റ്റും ഒക്കെ കുറേ ആ ഡോർ മാറ്റിൽ പെട്ടോളും. നല്ല സ്റ്റേഡി ആയിട്ടുള്ള മാറ്റ്സിനെ മെയിൻ എൻട്രൻസിൽ, ബാക്ക് ഡോറിൽ, ബാൽക്കണീസിൽ പൊടി അകത്തേക്ക് വരാൻ ചാൻസ് ഉള്ള എല്ലാ സ്ഥലത്തും മാറ്റ്സ് ഇടുക. അപ്പോൾ നമുക്ക് അതുപോലെ ഔട്ട്ഡോഴ്സിൽ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ളത് ഇടുക, സ്ക്രബ് ചെയ്ത് കളയാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ ഇങ്ങനെ തുടച്ചിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ
കുറേയും കൂടി കാര്യങ്ങൾ എളുപ്പമാവും. പിന്നെ മഴക്കാലത്തൊക്കെ നമുക്ക് അലക്കാൻ പറ്റുന്ന മാറ്റ്സ് യൂസ് ചെയ്യുക. അപ്പോൾ അതും നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി നമ്മളുടെ വീടിൻ്റെ ഇങ്ങനത്തെ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്നൊരു മോപ്പ് വെച്ചേക്കുക. കാരണം നമുക്ക് ചിലപ്പോൾ മോപ്പ് ചെയ്യേണ്ടിയും വരും. അപ്പോൾ ആ പെട്ടെന്നൊരു മോപ്പ്, ഒരു സ്പ്രേ മോപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മളത് പിന്നത്തേക്ക് വെക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക, മോപ്പ് ചെയ്യുക. അപ്പോൾ അതുപോലെ കിച്ചണിൽ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കുക്ക് ചെയ്യുക, അതങ്ങ് ചെയ്യുക. പിന്നെ റെയിനി ഡേയ്സൊക്കെ ആണെങ്കിൽ അപ്പോഴും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ അഴുക്കുകൾ അപ്പം തന്നെ കളഞ്ഞു പോവുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. ബട്ട് എല്ലാ ദിവസവും നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നതല്ല, ചെറിയതായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഡെയിലി നമ്മൾ ഇന്ന് അടിച്ചിടുക എന്നുള്ളത് നമ്മുടെ ഒരു ടാസ്ക്, ഡെയിലി ടാസ്കിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഡെയിലി ആ ഫ്ലോറൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് ഈ ഈവനിങ്ങിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഏരിയയും നന്നായിട്ടിരിക്കും. അപ്പം ഫ്ലോസ് എന്തായാലും ഫ്രഷായിട്ട് ഇങ്ങനെ വൈകുന്നേരം കഴിച്ചതിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ കെടുക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് നമ്മുടെ ഈവനിങ് റൂട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് വെക്കുക. വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാം വാക്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ടോയ്സ് എടുത്ത് വെക്കാൻ പറയാം. അങ്ങനെ ടോയ്സ് എടുത്ത് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ മാറ്റ്സ് ഒന്ന് കുടഞ്ഞിടാനൊക്കെ പറയാം. അങ്ങനെ ഡെയിലി നമ്മളൊന്ന് റീസെറ്റ് ചെയ്യുമ്പോഴത്തേനും ആ കാര്യങ്ങൾ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. പിന്നത്തെ ഒരു കാര്യമാണ് നമ്മൾ ഫ്ലോറ് ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളത്. നമ്മളെപ്പോഴും പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഫ്ലോറിൽ എപ്പോഴും ഓരോ സാധനങ്ങൾ എടുക്കും. ഷൂസ് എടുക്കും, ബാഗ് എടുക്കും, ടോയ്സ് എടുക്കും, ചിലപ്പോൾ തുണി എടുക്കും. ഇതെല്ലാം എടുക്കുകയാണെങ്കിൽ നമുക്ക് അടിക്കാനും തുടയ്ക്കാനും ഒക്കെ നല്ല പാടായിരിക്കും, നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം നമ്മുടെ സാധനങ്ങൾ ഫ്ലോറിലിടാതെ ശ്രദ്ധിക്കുക. എല്ലാത്തിനും ഒരു ഹോം കൊടുക്കുക. ഒരു ബാസ്ക്കറ്റോ ടോയോ ഹുക്കോ എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടോ, ലോണ്ടറിക്ക് ഹാമ്പേഴ്സ് കൊടുക്കുക. അപ്പോൾ അധികം സാധനങ്ങൾ താഴെ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് അടിച്ചു പോരാൻ പറ്റും അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട് ടൈഡി ആയിട്ടിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മാക്സിമം ഫ്ലോറിൽ സാധനങ്ങൾ ഉള്ളത് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് അത്രയും സ്ട്രെസ്സ് കുറയും, റുട്ടീൻസ് ഫാസ്റ്റ് ആവുകയും ചെയ്യും. ഈ ക്ലട്ടർ നമ്മുടെ കൺട്രോളിലായാൽ തന്നെ ഫ്ലോറ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും. ക്ലിയർ ഫ്ലോർ ആണെങ്കിൽ കൂടുതൽ ക്ലീൻ ആയിരിക്കും. അപ്പോൾ ഡീക്ലട്ടറിങ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ നമ്മൾ കിച്ചൺ ഏരിയയും ഡൈനിങ് ഏരിയയും നല്ലപോലെ ഫോക്കസ് ചെയ്യുക. കാരണം കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ സാധനങ്ങൾ താഴെ വീഴും. ഫുഡിൻ്റെ പാർട്ടിക്കിൾസ്, എന്തെങ്കിലും തെറിക്കുന്നത്, എണ്ണ, ഇതൊക്കെ താഴെ വീഴും അല്ലേ. അപ്പോൾ ഡെയിലി നമ്മൾ ഫ്ലോർ എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യണം. പെട്ടെന്നൊന്ന് അടിച്ചെടുക്കുക അല്ലെങ്കിൽ വൈപ്പ് ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. വേറെ റൂമിലോട്ടൊക്കെ അത് കൊണ്ടുപോവാതെ പെട്ടെന്ന് ഇഷ്ടംപോലെ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ എണ്ണയൊക്കെ തെറിക്കും, അതൊക്കെ താഴോട്ട് പോകും. അപ്പം ജസ്റ്റ് ഒന്ന് മോപ്പ് ചെയ്ത് വിടുവാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ അത് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഉണ്ടാക്കി കഴിഞ്ഞാലും ഫ്ലോർ ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് ഉറുമ്പ് വരാതിരിക്കാനും ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കിച്ചൺ ഫ്ലോറും ഡൈനിങ് ഫ്ലോറും നമ്മൾ അടിച്ചിടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കുക. നെക്സ്റ്റ് നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അവരെ ട്രെയിൻ ചെയ്ത് കൊടുക്കണം. കാരണം എല്ലാം കൂടി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത് ഒരു ടീം വർക്കായിട്ട് എടുക്കുക. നമ്മൾ ബാക്കി പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഫ്ലോർ ഒന്ന് അവരോട് സെറ്റ് ചെയ്യാൻ പറയുക. ചെറിയ ചെറിയ ഹാബിറ്റ്സ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് എഫേർട്ട് കൊണ്ട് തന്നെ ഫ്ലോർസ് നന്നായിട്ടിരിക്കും. കുട്ടികളോട് ടോയ്സ് എടുക്കാൻ പറയുക, എന്തെങ്കിലുമൊക്കെ തെറിച്ച് വീണിട്ടുണ്ടെങ്കിൽ അത് തുടയ്ക്കാൻ പറയുക. അതുപോലെ അവരുടെ ഷൂ ഒരിക്കലും ഉള്ളിലോട്ട് കൊണ്ടുവരരുതെന്ന് പറയുക. പിന്നെ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം ഇത് പിന്നെ മെസ്സാക്കരുതെന്ന് പറയുക. അപ്പോൾ അത് നമ്മുടെ വീടിന് ഒരു റെസ്പെക്റ്റ് നമ്മളെല്ലാവരും കൂടി കൊടുക്കുന്ന പോലെയാണ്. നമ്മുടെ ബേർഡൻ കുറയുകയും ചെയ്യും. ഒരു ലേഡിയുടെ, ഒരു വുമൻ്റെ ജോലി മാത്രമല്ല ഈ ഹോം മേക്കിംഗ് എന്ന് പറയുന്നത്, ഒരു ഫാമിലി എല്ലാവരും കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും വീട് നല്ല ഭംഗിയിലിരിക്കുകയും ചെയ്യും. നമ്മൾ ഒത്തിരി ടയേർഡായി പോകത്തുമില്ല. അപ്പോൾ പെർഫെക്റ്റായിട്ടിരിക്കുക എന്നുള്ളതല്ല, എല്ലാവരും കോപ്പറേറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോസൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കും. ഇനി ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഹാബിറ്റ്സാണ് ഒത്തിരി ഹെവി ആയിട്ടുള്ള ക്ലീനിങ്ങിനേക്കാളും എപ്പോഴും നല്ലത്. കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വീക്കെൻഡിലോട്ട് കൊണ്ടുപോകാതെ
ഡെയിലി നമ്മൾ ഇത് ചെയ്ത് നോക്കുക. ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉള്ള ഏരിയാസൊക്കെ നമ്മൾ അപ്പം ചെയ്ത് പോവുക. ഫ്ലോർ ഡിക്ലട്ടർ ചെയ്യുക, പെട്ടെന്നൊന്ന് മോപ്പ് ചെയ്യുക. അപ്പം കുട്ടി കുട്ടി ജോലികൾ നമ്മൾ ഡെയിലി അങ്ങ് ചെയ്ത് പോവുകയാണെങ്കിൽ വീക്കെൻഡിലെ ഹെവി സെഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. വീട് ഡെയിലി നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മളെന്നും പല്ല് ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഡെയിലി കെയർ നമ്മുടെ ഫ്ലോർസിന് കൊടുക്കുക. ഈ ഒരു മൈൻഡ് സെറ്റ് തന്നെ നമുക്ക് ഒരുപാട് ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. നമ്മൾ ഒന്ന് എഫേർട്ട് എടുക്കാതെ ഒരിക്കലും ഫ്ലോർ ക്ലീൻ ആയിട്ട് ഇരിക്കില്ല. അപ്പോൾ നമ്മളത് സ്മാർട്ടായിട്ട് ഓരോരോ ഹാബിറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഹാപ്പി ആയിട്ട് നല്ല അടിപൊളി ഫ്ലോറൊക്കെ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക. ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ഇതിലെ പോയിൻറ്റ്സൊക്കെ നമ്മൾ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടിനെ നമുക്ക് കുറേയും കൂടി ബെറ്ററായിട്ട് കൊണ്ടുപോകാൻ പറ്റും. കുട്ടി കുട്ടി ഹാബിറ്റ്സൊക്കെ ഫോളോ ചെയ്യുക. ക്ലീനിങ്ങിന് നമുക്ക് ഡെയിലി നമുക്ക് സ്വീപ്പ് ചെയ്യാനും മോപ്പ് ചെയ്യാനും ഒക്കെ ഒരു മോട്ടിവേഷൻ തരുന്നൊരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.